ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇവരെയൊക്കെ കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. എങ്ങനെയുണ്ട്? രാവിലെ സജീവമായി ഉഷാറായി നിൽക്കുകയാണോ? യെസ്, അതെ അതെ, തീർച്ചയായിട്ടും നമ്മൾ പ്രൊഫഷണലുകളെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പല സംഘടനകളും പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു തരത്തിലും മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ DYFI അത് ഏറ്റെടുത്ത് അതിപ്പോൾ തുടങ്ങിയപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ വലിയൊരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഭയങ്കര വലിയ. പലപ്പോഴും അത് പറഞ്ഞാൽ കറക്റ്റാണ്. ഈ സംഘടനകളുടെ പാർട്ടായി പ്രൊഫഷണലിസത്തിൻ്റെ ഒരു കമ്മിറ്റികളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനൊരു ആക്റ്റീവായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ഓപ്പറേഷണൽ പാർട്ട് ഉണ്ടാവാറില്ല. അതിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ വസീഫ് പറഞ്ഞ പോലെ നിങ്ങളെ പ്രേക്ഷകർക്ക് നിങ്ങൾ തന്നെ പരിചയപ്പെടുത്തുക. തീർച്ചയായും. എൻ്റെ പേര് ഷിയാസ് എന്നാണ്. ഞാൻ ഫൈൻ മൈ ഹോസ്റ്റൽ എന്ന് പറയുന്നൊരു സ്റ്റാർട്ടപ്പിൻ്റെ കോഫൗണ്ടറാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി കാണുന്നതെന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് പരിപാടികൾ എല്ലാവരും അനൗൺസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് നടത്തണം, ഞങ്ങൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതല്ലാതെ ഇത്രയും വലിയൊരു സ്കെയിലിൽ നമുക്ക് സ്റ്റേറ്റിൽ നമുക്കുണ്ടായിട്ടുള്ള സ്റ്റാർട്ടപ്പിൽ നമുക്കുണ്ടായിട്ടുള്ള ഒരു സക്സസ്സിനെ പുതിയ ആളുകളിലേക്ക് പകർന്നു കൊടുക്കാൻ കൂടി വേണ്ടി ഇതിൻ്റെ സംഘാടകരായി നിൽക്കുകയാണോ? അതെ, തീർച്ചയായും അതെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയ റെസ്പോൺസസിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ പിച്ചിങ് കോമ്പറ്റീഷനിലടക്കം ഒരുപാട് പേര് ഒരുപാട് ഐഡിയാസ് കൊണ്ടുവന്നു. സനോജ് പറഞ്ഞു 200ഓളം ആളുകൾ അല്ലേ? അതെ, ഒരുപാട് ഐഡിയാസ് ആയിട്ട് തന്നെയാണ് ഒരുപാട് പേര് വന്നത്. കാരണം അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാതെ നിൽക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, സാധാരണ സ്റ്റാർട്ടപ്പ് മിഷൻ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു ഏജൻസി, ഒരു പ്രൊഫഷണൽ ഏജൻസി നടത്തുമ്പോൾ അത് നടത്തുന്നതും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ടപ്പിലെ ആളുകളാണ്. ഇവിടെ നടത്തുന്നതിൽ എല്ലാവരെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഏത് മേഖലയിലുള്ളവരാണെങ്കിലും ശരി, എന്ത് രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ അവർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു സംഗതി ഉൾക്കൊണ്ട് കഴിഞ്ഞു എന്നുള്ള, കേരളം അത് ഉൾക്കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ശരിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് പുതിയ സ്റ്റാർട്ടപ്പിലേക്ക് പോകാം, നമുക്ക് എന്ത് ക്രൈസിസ് വന്നാലും നേരിടാനും ഒപ്പം നിൽക്കാനും ആളുണ്ട്, അതിനുള്ള പ്രോപ്പർ ഗൈഡൻസ് കിട്ടുന്നു അല്ലേ എന്ന് പറയുന്ന ഒരു കൃത്യം മെസ്സേജാണ് ഒരുപക്ഷെ മവാസോ നൽകാൻ പോകുന്നു തോന്നുന്നു. ഈ സ്റ്റാർട്ടപ്പ് ഏതാ ചെയ്യുന്നത്? ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റൽസ് PGs കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് ഞങ്ങൾ ഇൻവെസ്റ്റ് കേരളയിൽ സംസാരിച്ചിരുന്നു. അതാ ഞാൻ ആലോചിച്ച ഒരു ഹോസ്റ്റൽ പോലും നടത്തുന്നില്ല കേട്ടോ. പക്ഷെ നാടൊട്ടുക്ക് ഈ ആശാന്മാർ ഹോസ്റ്റൽ നടത്തുകയാണ്. വെൻഡേഴ്സിനെ വെച്ചിട്ട് വലിയ വലിയ കമ്പനികൾക്ക്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒക്കെ ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും നല്ല സൗകര്യങ്ങളുള്ള ഹോസ്റ്റൽസ് കൊടുക്കും. അത് സേലത്തുണ്ട്, കോയമ്പത്തൂരുണ്ട്, കൊച്ചിയിലുണ്ട്, കോഴിക്കോടുണ്ട്. പക്ഷെ ഒരൊറ്റ കെട്ടിടം പോലും ഈ ആശാന്മാർ നടത്തുന്നില്ല. സ്റ്റാർട്ടപ്പിൽ നിന്ന് ആശയത്തിലൂടെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് അത് ഗംഭീരമായി പോവുകയാണ്. അപ്പോൾ ഈ കോൺഫിഡൻസ് ആണ് പുതിയ ആളുകൾക്ക് കൊടുക്കാൻ പോകുന്നത്, റൈറ്റ്? അതെ, അതായത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു ചെറിയൊരു ഐഡിയ ആയിട്ട് തുടങ്ങി. ഞങ്ങൾ തുടങ്ങിയ ഐഡിയ അല്ലേ ഇപ്പോൾ നടക്കുന്നത്. അതിന് വലിയൊരു ഒരു സംഗതിയാണ്. അത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് മിഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഒരുപാട് സപ്പോർട്ട് കിട്ടിയതിൻ്റെ പുറത്താണ്. പക്ഷേ ഇതെങ്ങനെ അവിടേക്ക് പോലെ എത്തണമെന്ന് പലർക്കും അറിയാൻ വരുന്നില്ല. അത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ കുറേ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്തരം ഒരുപാട് ആളുകളുടെ ഒരു കോമ്പിനേഷൻ ഇവിടെ പ്രതീക്ഷിക്കാമോ? സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യർ, പുതുതായി വരുന്നവർ, ഇവർ പരസ്പരമുള്ള ആശയവിനിമയം, പുതിയ ആശയങ്ങൾക്ക് കുറേ കൂടി ക്ലാരിറ്റിയോടുകൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക, സ്വന്തം അനുഭവത്തിൽ നിന്ന്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ഇപ്പോൾ ഞാനിവിടെ ഒരു പരിപാടിയിൽ 15 മിനിറ്റ് ഒരു ടോക്കുണ്ട്. ഏതാണ് സബ്ജക്റ്റ്? നമ്മുടെ ചൂരൽമലയിൽ ഞങ്ങൾ ERP ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഞങ്ങളായിരുന്നു അന്ന് നമ്മുടെ കളക്ഷൻ ക്യാമ്പിൽ. ഫെയർകോ ടെക്നോളജീസ് ആണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര്. അപ്പോൾ അതിൻ്റെ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ സാങ്കേതികവിദ്യ എങ്ങനെ സാധാരണക്കാരൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ചൂരൽമലയുടെ അനുഭവത്തിൽ സാധാരണക്കാരന് വേണ്ടി ചെയ്തൊരു കാര്യം സാധാരണക്കാരോടായിട്ട് ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എന്താണ് നിങ്ങൾ ചെയ്തത്? തീർച്ചയായിട്ടും. നമ്മൾ ചൂരൽമലയിൽ നമ്മൾ കളക്ഷൻ ക്യാമ്പ് തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ കളക്ഷൻ ക്യാമ്പിലും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഉള്ള സാധനങ്ങൾ എന്താണെന്ന് അറിയില്ല, അതുപോലെ തന്നെ അവിടെ എന്താണ് വേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഈ സന്നദ്ധ പ്രവർത്തകരെ എല്ലാവരും കൂടിയും ഒരുപാട് സാധനങ്ങൾ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. അപ്പോൾ അവിടെ എന്താണ് കൃത്യമായിട്ട് വേണ്ടത്, അവിടെ നമ്മളൊരു 40 ക്യാമ്പുകൾ നടത്തുമ്പോൾ അവിടെ ഒരു 1500 പേര് താമസിക്കുമ്പോൾ അവർക്ക് അത്യാവശ്യമായിട്ട് എന്താണ് വേണ്ടത്, അതുപോലെ തന്നെ അവിടെ ക്യാമ്പിൽ അതൊരു ഊഹക്കണക്കല്ല, ക്ലാരിറ്റിയോടെ കൃത്യമായിട്ടുള്ള കണക്ക് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ERP ആണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതായത് നമ്മളവിടെയുള്ള സ്റ്റോക്ക് മാനേജ് ചെയ്യുന്ന, നമ്മളുടെ വെയർഹൗസ് മാനേജ് ചെയ്യുന്ന വലിയൊരു സോഫ്റ്റ്വെയർ ആണ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ അത്രയും വലിയ വെയർഹൗസ് മാനേജ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടാണ്. ഞാനത് ചോദിക്കാൻ കാര്യം, ചൂരൽമലയിലെ ഉണ്ടായ ദുരന്തം, അതിനെ നമ്മൾ അതിജീവിക്കാൻ നടത്തിയിട്ടുള്ള എഫേർട്ട് വലിയ തോതിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിലത്തെ ഈ പറഞ്ഞ സപ്പോർട്ട് സിസ്റ്റത്തിൽ നമ്മുടെ ആളുകൾ, നമ്മുടെ ചെറുപ്പക്കാരൊക്കെ എങ്ങനെ, ദീപക് എന്താണ് ആശാനെ എത്ര നേരമായിട്ടൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞു വിളിക്കുന്നത്? അപ്പോൾ അങ്ങനെ ഇവർ വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്.